ഇവിടെ വന്നു കഴിഞ്ഞ് ഓരോ ആളുകൾക്കും കൃഷി എന്താണെന്നും പഠിപ്പിക്കുന്നു, കമ്പനിയുടെ പ്രൊഡക്റ്റ് എന്താണെന്ന് പഠിപ്പിക്കുന്നു. ഇതെല്ലാം കമ്പനി തന്നെയാണ് നമ്മൾ ട്രെയിനിങ് തരുന്നത്. വേറെ ഒന്നും പുറത്ത് പോയിട്ട് പഠിക്കേണ്ട അല്ലെങ്കിൽ കൃഷിയുമായി ബന്ധപ്പെട്ട കോഴ്സ് ഒന്നും തന്നെ ചെയ്യണ്ട. കാരണം ഇവിടെയുള്ള ട്രെയിനർ എന്ന് പറയുന്നത് അഗ്രികൾച്ചറിലൊക്കെ തന്നെ കോഴ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് അഗ്രികൾച്ചർ ട്രെയിനർ തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ ക്ലാസ് എടുക്കാൻ വരുന്നത് എന്നുള്ളതാണ് ഈ ഒരു കമ്പനിയുടെ ഏറ്റവും വലിയ ഒരു ഓപ്പർച്യൂണിറ്റി. അപ്പൊ ഞാൻ അടുത്തതായിട്ട് വിളിക്കാൻ പോകുന്ന നമ്മുടെ ട്രെയിനർ എൽസി മാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ MG യൂണിവേഴ്സിറ്റിയിൽ നമ്മുടെ ഓർഗാനിക് ഫാമിംഗ് കംപ്ലീറ്റ് ചെയ്ത്, അതുപോലെ മണ്ണുത്തി കാർഷിക സർവകലാശാല ഓർഗാനിക് സസ്റ്റൈനബിലിറ്റി കോഴ്സ് ചെയ്ത്, ഇന്റഗ്രേറ്റഡ് ന്യൂട്രീഷൻ മാനേജ്മെന്റ് കോഴ്സ് തുടങ്ങി കൃഷിയുമായിട്ട് എല്ലാ കോഴ്സുകളും കഴിഞ്ഞ് നമ്മളെ പോലുള്ള ആളുകളെ പഠിപ്പിക്കാൻ വേണ്ടി റെഡി ആയിട്ടുള്ള ട്രെയിനറാണ് നമുക്ക് ഇന്നിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഒപ്പം തന്നെ നമുക്ക് ഡിജിറ്റൽ കോഴ്സുകളും ഡിജിറ്റൽ പ്രൊഡക്റ്റുകളും നമുക്കുണ്ട്. അപ്പൊ 2 പ്രൊഡക്റ്റിനെ കുറിച്ച് മാം വിശദമായിട്ട് നിങ്ങൾക്ക് ഒരു ചെറിയൊരു നോട്ട്, നമുക്കറിയാം ഒരു 1 hour മീറ്റിംഗേ ഉള്ളൂ, അപ്പൊ അതിനുള്ളിൽ എല്ലാവരും പെന്നും പേപ്പറും എടുത്ത് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കേട്ട് മാമിന്റെ അടുത്ത് മനസ്സിലാക്കുക. തുടർന്ന് നമുക്ക് വലിയ വലിയ സെമിനാറുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് തുടർന്നുണ്ടായിരിക്കും. അപ്പൊ ചെറുതായിട്ടൊരു ബ്രീഫ് മാം തരും. അപ്പൊ എന്തായാലും മാമിനെ വളരെ സ്നേഹത്തോടു കൂടി ഞാൻ ഈ ഒരു വേദിയിലേക്ക് മാമിനെ വെൽക്കം ചെയ്യാണ്. എൽസി മാം ഓഡിയബിൾ ആണോ? അതെ അതെ, താങ്ക് യു. വെൽക്കം മാം. അപ്പം നമ്മൾ ഇന്ന് ബ്രീഫായിട്ട് നമ്മളുടെ പ്രോഡക്റ്റുകളെ കുറിച്ചും നമ്മളുടെ എന്തൊക്കെ ഉണ്ടെന്നതിനെ കുറിച്ചും ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞു നിർത്താനുള്ള സമയം ഉള്ളൂ. അപ്പം നമുക്കൊന്ന് പറയാം. അപ്പം നമുക്കറിയാം കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രികൾച്ചർ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അതിൻ്റെ അകത്തെ അഗ്രി എന്നുള്ള ഭാഗം മാറ്റിക്കഴിഞ്ഞാൽ നമുക്കറിയാം കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംസ്കാരമാണ്, അല്ലേ? അതെ, കൃഷി ഒരു സംസ്കാരമാണ്, ആഹാര സമ്പാദക ഉപാധിയാണ്. അതോടൊപ്പം തന്നെ സൃഷ്ടിയുടെ പരിണാമ പ്രക്രിയയാണ്, പഞ്ചമഹായജ്ഞവുമാണ്. അപ്പൊ ഒരു സംസ്കാരം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം ഒരു കൃഷിയിലൂടെയും അതുപോലെ എഡ്യൂക്കേഷനിലൂടെയുമാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള 2 ഭാഗങ്ങളാണ് എഡ്യൂക്കേഷൻ ആൻഡ് അഗ്രികൾച്ചർ. അപ്പൊ നമുക്ക് ഈ 2ഉം കൂടി ചേർത്തതാണ് നമുക്ക് ഗെറ്റ് ബിഗിൽ കൂടി നമുക്ക് നമുക്ക് കിട്ടുന്ന 2 പ്രോഡക്റ്റുകളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഒന്ന് നമുക്കറിയാം ഫിസിക്കൽ പ്രോഡക്റ്റും മറ്റൊന്ന് നമുക്ക് ഡിജിറ്റൽ ആയിട്ട് കിട്ടുന്നത്. എഡ്യൂക്കേഷൻ എല്ലാം നമുക്ക് ഡിജിറ്റൽ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ആദ്യം തന്നെ ഞാൻ പറഞ്ഞു കൃഷി എന്ന് പറയുന്ന ഒരു പഞ്ചമഹായജ്ഞമാണെന്ന് പറഞ്ഞു. അപ്പൊ ആകാശത്തിനെയും ഭൂമിയെയും അതോടൊപ്പം തന്നെ വെള്ളത്തെയും അഗ്നിയെയും എല്ലാം ആവാഹിച്ചു കൊണ്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് കൃഷി. അപ്പൊ ജൈവ കൃഷിയിൽ നമുക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ശുദ്ധമായിരിക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആകാശവും അഗ്നി സൂര്യപ്രകാശവും അതെല്ലാം ശുദ്ധ തന്നെയാണ്. പക്ഷേ ഏറ്റവും പൊല്യൂട്ടഡ് ആയിട്ട് വരുന്നത് നമുക്ക് വെള്ളവും മണ്ണുമാണ്. മണ്ണെന്ന് പറഞ്ഞാൽ ഭൂമി എന്ന് പറയുമ്പോൾ മണ്ണിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് കൃഷിയിൽ. അപ്പൊ ഈ 2 ഭാഗങ്ങളെയും ശുദ്ധീകരിച്ചുകൊണ്ട് ഒരു ജൈവ കൃഷിയിലേക്ക് കടക്കാൻ വേണ്ടിയുള്ള ഒരു പ്രയാണമാണ് നമ്മുടെ SPC ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഉള്ള പ്രോഡക്റ്റുകളെ കുറിച്ച് ബ്രീഫായിട്ട് ഞാനൊന്ന് പറയാം. നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഈ ഒരു കൃഷിയിൽ ഏറ്റവും പ്രധാനം വേണ്ടത് മണ്ണിന്റെ pH ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മളുടെ ആദ്യത്തെ പ്രോഡക്റ്റാണ് pH ബൂസ്റ്റർ. അത് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിന്റെ pH ബാലൻസ് ചെയ്ത് കൃഷി തുടങ്ങാനായിട്ട് നമുക്ക് സജ്ജമാക്കുന്നതാണ്. 2ാമത്തെ പ്രോഡക്റ്റാണ് ഭൂമിത്ര എന്ന് പറയും. അത് ശരിക്കും 17 മൂലകങ്ങളും ഒരു ചെടിക്ക് വേണ്ട എല്ലാ മൂലകങ്ങളും അടങ്ങിയ ഒരു സമ്പൂർണ്ണ വളമാണ് നമ്മളെ 2ാമത്തെ ഒരു പ്രോഡക്റ്റ്. പിന്നെ 3ാമത് ഉള്ളതാണ് ബയോ പവർ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായ്ക്കുന്ന എല്ലാ പ്ലാന്റ്സിനും ഇട്ട് കൊടുത്താൽ നല്ല രീതിയിൽ വിളവ് ലഭിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ബയോ പവർ. അപ്പൊ ഇത് 3ഉമാണ് നമുക്കുള്ള ചാക്ക് വളങ്ങളായിട്ട് നമ്മൾ പാക്കറ്റ്സ് ആയിട്ട് വരുന്നത്. അതായത് pH ബൂസ്റ്റർ, ഭൂമിത്ര, ബയോ പവർ. ഇത് 3ഉം മണ്ണിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ സമ്പൂർണമായ ഒരു വളമായി കഴിഞ്ഞു ചെടികൾക്ക്. ഇതിൻ്റെ കൂടാതെ വളർച്ചാ ത്വരിതകങ്ങളുണ്ട്. അതായത് എക്സ്ട്രാ നമ്മൾ ചെടികൾക്ക് ഓരോ ഘട്ടത്തിലും ഇട്ട് കൊടുക്കുന്നതുണ്ട്. അതിൽ നമുക്ക് 1ാമത്തതാണ് ഹ്യൂമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടികളിൽ നല്ല രീതിയിൽ വേരുണ്ടാകാനായിട്ട് സഹായിക്കുന്നതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല കമ്പനികളും തരുന്നത് പോലെ ഏതെങ്കിലുമൊക്കെ വാരി വലിച്ചിടുന്ന രീതി അല്ല SPCക്കുള്ളത്. ശരിക്കും അതിന്റെ അടുക്കും ചിട്ടയായിട്ട് ഓരോ സമയത്തും ഓരോ കാലത്തും ചെയ്യേണ്ട രീതിയിൽ ഓരോന്നും ചെയ്യാനുള്ളതും ഓരോ രോഗങ്ങൾക്കും ഫംഗസിനും എല്ലാത്തിനും നമുക്ക് പ്രോഡക്റ്റുകളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ ആദ്യമായിട്ട് തന്നെ ഒരു ചെടി നമ്മൾ നടുന്നു. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ അടിസ്ഥാന വളങ്ങൾ എന്നാണ് പറയുന്നത്. ഈ അടിസ്ഥാന വളങ്ങളിൽ pH ബാലൻസ് ചെയ്ത ശേഷം നമ്മൾ ബയോ പവർ, ഭൂമിത്ര എന്നുള്ള വളങ്ങൾ ഇട്ട് ചെടികൾക്ക് കൊടുക്കുന്നു. 2ാമത് ചെടികൾക്ക് വേര് വരാനുള്ള ഹ്യൂമിക് കൊടുക്കുന്നു. വേരുകൾ നല്ല രീതിയിൽ വളർന്ന് ചെടി വളരണം, അതിനുള്ളതാണ് ഫൾവിക്. അത് കഴിഞ്ഞിട്ട് ചെടികൾ ഇത് 2ഉം കൂടി നമുക്ക് വേണേൽ കൊടുക്കാം. കാരണം ചെടികളിൽ നല്ല രീതിയിൽ വേരുണ്ടായി വേര് വളർന്നുണ്ടായിരുന്നു FH കൊടുക്കാം.
പൾവിക്കും ഹ്യൂമിക്കും കൂടി. ഇനി ചെടി വളർന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ആദ്യം വേണ്ടത് അത് പൂക്കുക എന്നുള്ളത്. അതിനുള്ളതുണ്ട്, അതിൻ്റെയാണ് അമിനോ. അപ്പോൾ പൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പലപ്പോഴും പ്രശ്നം എന്താ, പൂത്ത ചെടികളിലെ പൂക്കളെല്ലാം പൊഴിഞ്ഞു പോകുന്നു. അതിനുള്ളതുണ്ട്, അതായത് മൈക്രോ ന്യൂട്രിയൻസ്, അതാണ് സീവീഡ് ജെൽ. അപ്പോൾ അത് കടൽപ്പായലിൽ നിന്ന്, അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരും. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിടുന്നേ ഉള്ളൂ. അപ്പം ചെടി പൂക്കൾ എല്ലാം കായാകാനുള്ള സീവീഡ് ജെല്ലുണ്ട്. പിന്നെ ഈ സീവീഡ് ജെല്ല് തന്നെ നമുക്ക് ഇറിഗേഷനിൽ കൂടി കൊടുക്കാനായിട്ട് അത് സീസൈം ഉണ്ട്. അപ്പം നമുക്ക് ഇറിഗേഷനിൽ കൂടി എല്ലാ ചെടികൾക്കും കൊടുക്കാൻ പറ്റിയ നല്ല ലിക്വിഡ് ആയിട്ടുള്ളതാണ് സീസൈം. പിന്നെ നമുക്കുള്ളത് മൈക്രോ, അതായത് സൂക്ഷ്മ മൂലകങ്ങളുടെ ഒരു കൂട്ടുണ്ട്. പല ചെടികളിലും പൂക്കൾ ഉണ്ടായിട്ട് പൊഴിഞ്ഞു പോകുന്നതും കാ പിടിക്കാത്തതും സൂക്ഷ്മ മൂലകങ്ങളുടെ ഡെഫിഷ്യൻസി. പ്യുവർ ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള സൂക്ഷ്മ മൂലകങ്ങളുടെ കൂട്ടാണ് മൈക്രോ പ്ലസ്. പിന്നെ നമുക്കുള്ളത് ഓർഗാനിക് മിക്സ് ഉണ്ട്. ഈ ഓർഗാനിക് മിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ചെടികൾ വേരുണ്ടാകുകയും വളരുകയും പൂക്കുകയും പൂക്കൾ പൊഴിയാതിരിക്കുകയും നല്ല രീതിയിൽ കായ ഉണ്ടാകുകയും കാ പൊഴിയാതിരിക്കുകയും എല്ലാത്തിനും കൂടി ജനറൽ ആയിട്ട് കൊടുക്കുന്നതാണ് ഓർഗാനിക് മിക്സ്. പിന്നെ നമുക്കുള്ളത് ഒന്നാണ് പ്യുവർ പ്ലസ്. പലപ്പോഴും പല ചെടികളുടെ ഏറ്റവും പ്രശ്നം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചെടി വളർന്നു വരുമ്പോൾ അതിന് ഫംഗസ് ബാധിച്ച് മഞ്ഞളിച്ച് പലപ്പോഴും കണ്ടിട്ടുണ്ടാവും അങ്ങനെ പോകുന്നത്. അപ്പോൾ ഫംഗസിനെതിരായിട്ട് നമുക്ക് ഒരു സിസ്റ്റമിക് ഫംഗിസൈഡ് ഉണ്ട്. കോൺട്രാക്ട് ഫംഗിസൈഡ് അല്ല, അതൊക്കെ ഞാൻ കൃത്യമായിട്ട് പിന്നെ പറയാം, ഞാൻ ഓടിച്ചു വിടുന്നുള്ളൂ. അതാണ് ക്യൂർ പ്ലസ്. ഈ ക്യൂർ പ്ലസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഫംഗസ് എല്ലാം മാറും. ഇനി ഫംഗസ് ഇല്ലാത്തതിന് കൊടുത്തു കഴിഞ്ഞാൽ പ്രിക്കോഷനായിട്ട് ഫംഗസ് വരത്തുമില്ല. അപ്പം അതിനുള്ളതാണ് ക്യൂർ പ്ലസ്. പിന്നെ നമുക്കറിയാം ഈ ചെടികളിൽ നമ്മളുടെ ഈ വളർച്ചാ ത്വരിതങ്ങൾ PGR വെക്കുമ്പോൾ പലപ്പോഴും പെട്ടെന്ന് പോകാതിരിക്കാനായിട്ട് അതിൻ്റെ അകത്തൊരു പശ പോലെ പശ ചേർക്കുന്നതെന്ന് മാത്രമല്ല കൂടുതൽ സ്ഥലത്തേക്ക് നമുക്ക് കൊടുക്കാനും കൂടി ചെന്ന ഒരു പ്രോഡക്റ്റാണ് അപ്സ. അപ്പോൾ ഇത്രയും പ്രോഡക്റ്റുകളാണ് നമുക്ക് വളർച്ചാ ത്വരിതങ്ങളായിട്ട് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പിന്നെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് PGR ഐറ്റം. പിന്നെ നമുക്കുള്ളതാണ് ഹോമിയോ അഗ്രോ കെയർ. ഹോമിയോ അഗ്രോ കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അത് ഏറ്റവും പ്രധാനം, എല്ലാവരും കേട്ടിട്ടുണ്ടാവും. കാരണം ഏത് പ്ലാന്റിനാണേലും ഒരു കീടം വരാതിരിക്കുകയും ഫംഗസ് വരാതിരിക്കുകയും രോഗം വരാതിരിക്കുകയും ചെടികളിൽ എല്ലാ രീതിയിലുള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ഒരു ചെടിക്ക് വേണ്ട എല്ലാം കൊടുക്കുന്ന ഏറ്റവും അമൂല്യമായ ഒരു പ്രോഡക്റ്റാണ് SPC ഹോമിയോ അഗ്രോ കെയർ. അത് നമുക്ക് പാഴ്സലായിട്ടുകൾക്ക് അയച്ചു കൊടുക്കാനും എല്ലാ സൗകര്യം, വളരെ 100 ഗ്രാം 200 ഗ്രാം 1 കിലോ അങ്ങനത്തെ പാക്കറ്റ്സിലാണ് വരുന്നത്. നമുക്ക് അതിനെക്കുറിച്ച് പറയുവാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വീടുകളിലും എല്ലാ പ്ലാന്റ്സിനും ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരുവിധമുള്ള രോഗങ്ങൾ വരില്ല, കീടങ്ങൾ വരില്ല, ഇഴജന്തുക്കൾ വരില്ല, വന്യജീവികൾ വരില്ല, വവ്വാല്, അണ്ണാൻ, ഇതുപോലെ ഒരു സാധനവും നമ്മുടെ കൃഷിയിടത്തിൽ വന്ന് നമുക്ക് കൃഷിനാശം വരികയില്ല. മാത്രമല്ല ഇത് വളരെ സേഫാണ്. നമുക്ക് പോലും അത് കഴിച്ചാൽ അതൊരു ഒട്ടും അതിന് ഇതില്ല. കാരണം ഇത് കൊടുക്കുമ്പോൾ പ്ലാന്റ്സിന് മാത്രം ഒരു കെമിക്കൽ, അലിലോ കെമിക്കൽ എന്ന് പറയുന്ന ഒരു കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യുകയും ഇതുങ്ങൾക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുക എന്നാണ് അതിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മെത്തേഡ്. അപ്പം അതാണ് നമ്മളുടെ അടുത്ത പ്രോഡക്റ്റ്. പിന്നെ നമുക്കിപ്പോൾ പുതിയ ഒരു പ്രോഡക്റ്റ് വന്നിട്ടുള്ളതാണ്, ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ്, എല്ലാവർക്കും വേണ്ടതാണ് SPC അക്വാ PH ബൂസ്റ്റർ. ശരിക്കും പറഞ്ഞാൽ ഇത് എല്ലാവർക്കും വേണം. കാരണം നമ്മുടെ വെള്ളം, എല്ലായിടത്തെയും വെള്ളം ഭയങ്കര ഈക്കോളി ബാക്ടീരിയ, ഫംഗസ്, വൈറസ്, ബാക്ടീരിയ ഇതെല്ലാം വന്ന് നിറഞ്ഞു. ഇതെല്ലാം വളരുന്നത് pH ഏറ്റവും കുറവിൽ, അതായത് 4.5 5 ഒക്കെ ഇടയ്ക്കുള്ള സ്ഥലത്താണ് ഇതൊക്കെ വളരുന്നത്. ഇത് മാറ്റാനായിട്ട് നമ്മൾ ഒറ്റ കാര്യം മാത്രം മെയിനായിട്ട് ചെയ്താൽ മതി. നമ്മുടെ വെള്ളത്തിൻ്റെ pH 7 മതി. 7 ആക്കി കഴിഞ്ഞാൽ ഈ ജീവികളൊന്നും ആ വെള്ളത്തിൽ വളരൂല. അപ്പോൾ നമുക്ക് ഉപകാരപ്രദമായ ജീവികൾ മാത്രമേ ആ വെള്ളത്തിൽ വളരുള്ളൂ. അപ്പോൾ നമ്മൾ 7 ആക്കാനായിട്ട്, pH 7 ആക്കാനായിട്ട് നമുക്ക് ഉള്ളതാണ് SPC അക്വാ PH ബൂസ്റ്റർ. ശരിക്കും ആൽക്കലൈൻ വാട്ടർ എന്ന് പറയും. നമ്മൾ ലുലുവിലൊക്കെ പോയി മേടിക്കുവാണെങ്കിൽ ഒരു കുപ്പി ഈ ഇതുപോലെയുള്ള വെള്ളത്തിന് 95 രൂപയോളം കൊടുക്കണം. ഇത് നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് 1 കിലോ 2 കിലോ 5 കിലോ 10 കിലോ 25 കിലോ എന്നീ പാക്കറ്റ്സുകളിൽ ലഭ്യമാണ്. പിന്നെ നമുക്ക് ഇത്രയാണ് നമുക്ക് ഏറ്റവും മെയിൻ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ. പിന്നെ നമുക്ക് ജീവാണു വളങ്ങൾ, അത് തന്നെ ഒരു സെറ്റ് ഉണ്ട്. ജീവാണു വളങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് 15ഓളം ജീവാണു വളങ്ങളുണ്ട്. വളങ്ങളും അതോടൊപ്പം തന്നെ തരം കീടങ്ങളുണ്ട്, അതിനെ നശിപ്പിക്കുവാനുള്ള കീടനിയന്ത്രണികളും ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഒരെണ്ണം, എല്ലാത്തിൻ്റെയും പേര് ജസ്റ്റ് ഓടിച്ചൊന്ന് പറയാം. നൈട്രജൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും അന്തരീക്ഷത്തിലുള്ള 78% നൈട്രജനെ വലിച്ച് ചെടികൾക്ക് കൊടുക്കാനുള്ള ജീവാണു വളങ്ങളുണ്ട്. ഈ യൂണിവേഴ്സിറ്റി പോലും ലഭ്യമല്ല. വളരെ ഇത് കിട്ടാൻ ശരിക്കും ഭയങ്കര പാടാണ്.
അപ്പോൾ ഇത് നമുക്കുണ്ട്. നമ്മളുടെ ഇത് വളരെ എളുപ്പത്തിൽ നമുക്കിത് ചിലവാക്കാനും പറ്റും. ആളുകൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏറ്റവും, അതായത് ജൈവ കൃഷിയിലെ അവിഭാജ്യ ഘടകം കൂടിയാണ് ജീവാണുവളങ്ങൾ. അപ്പോൾ ജീവാണുവളങ്ങളിൽ ഏറ്റവും പ്രധാനം നൈട്രജനും ഫോസ്ഫറസിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയാണ്. നൈട്രജൻ തന്നെ 3 എണ്ണം ഉണ്ട്. ഒന്ന് തായ്വേരുള്ള ചെടികൾക്കുള്ളതുണ്ട്, ഒന്ന് നാരുവേരുകളുള്ള ചെടികൾക്കുണ്ട്, ഒന്ന് പയറുവർഗ്ഗങ്ങൾക്കുണ്ട്. അപ്പം തായ്വേരുള്ള ചെടികൾക്കുള്ളതിൻ്റെ പേര് ഫാസ്റ്റ് ട്രാക്ക് ഫ്ലറിഷ് ആണ്. അതോടൊപ്പം തന്നെ നാരുവേരുകളുള്ള ചെടികൾക്കുള്ളതാണ് റാപ്പിഡ് ഗ്രോത്ത്. പിന്നെ അതോടൊപ്പം തന്നെ ഈ പയറുവർഗ്ഗങ്ങൾക്ക് ഉള്ളതുണ്ട് റൈസോഗ്രീമാക്സ്. അപ്പം ഇത്രയും നൈട്രജൻ ഫിക്സിങ് ബാക്ടീരിയാസ് ഉണ്ട്. അതോടൊപ്പം ഫോസ്ഫോ ബാക്ടീരിയ ഉണ്ട്. അതായത് നമ്മുടെ മണ്ണിൽ ഇഷ്ടം പോലെ ഫോസ്ഫറസ് ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ അതൊന്നും ലയിക്കുന്ന രീതിയിലില്ല. അപ്പോൾ അലേയമായി കിടക്കുന്ന ഫോസ്ഫറസിനെ ലയിപ്പിച്ച് കൊടുക്കുന്ന ഫോസ്ഫോ ബാക്ടീരിയ ഉണ്ട് നമുക്ക്. അതോടൊപ്പം തന്നെ ചെടികൾക്ക് ഏറ്റവും പ്രധാനം വളർച്ചയ്ക്കും കായ്ഫലത്തിനും എല്ലാത്തിനും വേണ്ടിയുള്ളതാണ് പൊട്ടാഷ്. അപ്പോൾ ആ പൊട്ടാഷ് മൊബിലൈസിങ് വരെ അവിടെ ഇവിടെ എല്ലാം കിടക്കുന്ന പൊട്ടാസിനെ ചെടികളുടെ വേരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന പ്രത്യേകതരം ബാക്ടീരിയകളുണ്ട്. ഇതൊക്കെ ഓർഗാനിക്കായിട്ട് നമ്മൾ ചെയ്യുന്നതിൽ വെറുതെ ഈ ബാക്ടീരിയകൾ ഇട്ട് കൊടുത്താൽ അവിടെ ചെടികൾക്ക് എല്ലാം കിട്ടും. അതാണ് ഏറ്റവും പ്രധാനം. കെ പവർ ബൂസ്റ്റ്. പിന്നെ നമുക്ക് സിങ്കിൻ്റെ ഉണ്ട്. സിങ്കിൻ്റെ ഒരു ബാക്ടീരിക്കോ വിറ്റ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മണ്ണിൽ സിങ്കിനെ അലേയമായി കിടക്കുന്ന സിങ്കിനെ ലയിപ്പിച്ച് ചെടികൾക്ക് കൊടുക്കുന്ന ബാക്ടീരിയ ഉണ്ട്. ഇത്രയാണ് ഏറ്റവും പ്രധാനമായിട്ട് ജീവാണു വളങ്ങൾ. പിന്നെ ജീവാണുക്കൾ നമുക്ക് കീടനിയന്ത്രണികളുണ്ട്, ഫംഗസിനെ നിയന്ത്രിക്കുന്നതുണ്ട്, അങ്ങനത്തെ പ്രോഡക്റ്റുകളും ഉണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനം എല്ലാവരും കേട്ടിട്ടുള്ളതാണ് സ്യൂഡോമോണാസ്. അതായത് സർവ്വരോഗ സംഹാരി എന്നാണ് അതിന് പറയുന്നത്. എല്ലാ ചെടികളിലും തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ കൊടുക്കേണ്ട ഒന്നാണ് സ്യൂഡോമോണാസ്. അത് നമുക്കുണ്ട് സ്യൂഡോഗ്രോ എന്ന പേരിൽ. പിന്നെ രണ്ടാമത്താണ് ബിവേറിയ. കടിച്ചു തിന്നുന്ന ഏത് കീടങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്നതാണ് ബിവേറിയ ബാസിയാന. അത് നമുക്കുണ്ട്. നമ്മുടെ പ്രോഡക്റ്റ് തന്നെയാണ്. ഗ്രീൻ ഗാർഡിയൻ എന്നുള്ള പേരിൽ നമ്മൾ ഇറക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചെടികളിലെ സക്കിംഗ് പെസ്റ്റ്, ചെടികളിൽ നീരൂറ്റി കുടിക്കുന്ന ജീവികളുണ്ട്, അതുങ്ങൾക്ക് എല്ലാത്തിനും എതിരെ നമുക്ക് കൊടുക്കാനുള്ള പ്രോഡക്റ്റ് ഉണ്ട്. ഫംഗസ് മാസ്റ്റർ, വെർട്ടിസീലിയം ലെക്കാനിയാണ്, അല്ലെങ്കിൽ ലെക്കാനിസീലിയം ലെക്കാനി. ഇത് നമുക്കുടെ പ്രോഡക്റ്റ് തന്നെയാണ്. ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രോഡക്റ്റുകളും ലിക്വിഡ് ഫോമിലാണ്. അതുകൊണ്ട് തന്നെ വളരെ എഫക്റ്റീവാണ്. നമുക്ക് പലപ്പോഴും കിട്ടുന്നത് പൗഡർ ഫോമിലാണ്. അതിന് എക്സ്പയറി വളരെ അടുത്ത 6 മാസത്തോളേ ഉള്ളൂ. നമ്മുടെ അതിനൊക്കെ എക്സ്പയറി 1 ഇയർ എക്സ്പയറി ഉണ്ട്. അതോടൊപ്പം തന്നെ ലിക്വിഡ് ഫോമിലാണ്. അതുകൊണ്ടുള്ള വളരെ എഫക്റ്റീവുമാണ്. ഓക്കെ. അതോടൊപ്പം തന്നെ ട്രൈക്കോഡെർമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ചെടികളിലും ഫംഗസ് വരാതിരിക്കാനും വന്ന ഫംഗസിനെ നശിപ്പിക്കാനും മണ്ണിൽ സമ്പുഷ്ടീകരിച്ച്, അതൊക്കെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം, ഇട്ട് കൊടുക്കുന്നതാണ് ട്രൈക്കോഡെർമ. ട്രൈക്കോകെയർ എന്നാണ് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പേര്. അത് വളരെ എപ്പോഴും വേണ്ടതാണ്. ഏറ്റവും പ്രധാനമായിട്ട് യൂണിവേഴ്സിറ്റിയിലൊക്കെ എന്നും അതിനെക്കുറിച്ചാണ് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കുണ്ട് നിമാഷീൽഡ്. ചെടികളിലെല്ലാം നിമാവിരകളുണ്ട് ഇല്ലേ? നമുക്കറിയാം ഏലത്തിനും വാഴയ്ക്കും പല ചെടികൾക്കും നിമാവിരകളുടെ ശല്യം കാരണം അവിടെ ഓരോ നൊഡ്യൂള് പോലെ വന്ന് നശിപ്പിച്ച് കളയുന്നു. അതിനുള്ള നിമാഷീൽഡ് ഉണ്ട്. പിന്നെ ഗ്രോഗാർഡ് എന്ന് പറഞ്ഞ ഒരു ആൻറ്റിബയോട്ടിക് പോലെ ചെടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരുവിധമുള്ള എല്ലാ രോഗങ്ങൾക്കെതിരെയും പ്രവർത്തിക്കുന്ന ഒരു തരം ബാക്ടീരിയയാണ്. ആ ബാക്ടീരിയ ഉണ്ട്. പിന്നെ മെറ്റാഷീൽഡ്, നമ്മുടെ മണ്ണിൽ ഇഷ്ടംപോലെ ധാരാളമായിട്ട് ചിതല്, ഉറുമ്പ്, അതുപോലെ തന്നെ വേരുതീനി പുഴുക്കൾ, ഇതെല്ലാം വരുന്നുണ്ട്. ഇതിനെല്ലാം പരിഹാരമായിട്ടുള്ള നമുക്ക് മെറ്റാഷീൽഡ് ഉണ്ട്. ഇതുപോലെ ഇങ്ങനെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൃഷിയിലേക്ക് ആവശ്യമായ ഓർഗാനിക് ആയിട്ടുള്ള എല്ലാ പ്രോഡക്റ്റും ഉണ്ട്. അത് ഓരോ ഘട്ടത്തിൽ ചെയ്യാനുള്ളതുണ്ട്, ഓരോ ആവശ്യത്തിൽ ചെയ്യാനുണ്ട്. അതാണ് നമ്മുടെ പ്രത്യേകത. ഓക്കെ, ഏകദേശം ഇത്രയൊക്കെയാണ് നമുക്ക് ഓർഗാനിക് പ്രോഡക്റ്റുകൾ ഉള്ളത്. പിന്നെ അടുത്തതാണ് നമുക്ക് നമ്മുടെ ഡിജിറ്റലായിട്ടുള്ള, നമുക്ക് ഡിജിറ്റലിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഫിസിക്കലായിട്ടൊരു സാധനം നമുക്ക് അവിടെ ഇവിടെ കൊടുക്കാനോ ഒന്നും വേണ്ട. നമുക്ക് അപ്പം തന്നെ നമുക്ക് ഫോണിൽ കൂടിയോ അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ രീതിയിൽ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഏറ്റവും. നമുക്ക് എപ്പം നമ്മൾ അത് ആക്ടിവേഷൻ കൊടുത്താൽ അപ്പം തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഡിജിറ്റലായിട്ട് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അക്കാഡമിക് ഉണ്ട്. അക്കാഡമിക് എന്ന് പറഞ്ഞാൽ 6 തൊട്ട് 12ാം ക്ലാസ് വരെയുള്ള CBSE സിലബസ് ഉണ്ട്, സ്റ്റേറ്റ് സിലബസ് ഉണ്ട്, സ്റ്റേറ്റിലെ മലയാളം മീഡിയം, ഇംഗ്ലീഷ് മീഡിയം മുഴുവനും. അത് ഇപ്പോഴത്തെ പ്രസൻറ്റ് സിലബസ് തന്നെയാണ്. 6ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെയുള്ള മുഴുവനുണ്ട്. പിന്നെ മാത്രമല്ല LKG UKG പിള്ളേരുടെയും ഉണ്ട്, ചെറിയ കുട്ടികൾക്കുള്ളത്. അതിൻ്റെയൊക്കെ ശരിക്കും അതിനകത്ത് പിക്ചറോട് കൂടിയാണ് നമുക്കെല്ലാം കാണിക്കുന്നത്. നമുക്ക് തുറന്നു നോക്കിയാൽ, ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾ തുറന്നു നോക്കുമ്പോഴേ അത് കൂടുതലായിട്ട് കാണും. പിന്നെ അടുത്തത് +1 +2 കുട്ടികൾക്ക് ഏറ്റവും പ്രശ്നം സയൻസ് സ്റ്റുഡൻസിൻ്റെ
അവരുടെ പ്രാക്ടിക്കൽസ് ആണ്. അപ്പോൾ അതിൻ്റെ ഫുൾ നല്ല രസമായിട്ട് അവർ ചെയ്യുന്നതും അത് ചെയ്തിട്ട് പലരും എൻ്റെ മോള് അതുകൊണ്ട് വളരെ ബെനിഫിറ്റ് ഉണ്ടായി. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഫോഴ്സ് ചെയ്ത് പറയുന്നത്. +1 +2ൻ്റെ ഫുൾ പ്രാക്ടിക്കൽസ്, ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ബയോളജിയുടെ പ്രാക്ടിക്കൽസ് ഉണ്ട്. പിന്നെ അടുത്തത് എൻട്രൻസ് കോച്ചിങ് ഫുള്ളുണ്ട്. നമുക്ക് കുട്ടികൾക്ക് ഈ ഇതിൻ്റോട് കൂടി നമ്മൾ +1 +2ൻ്റെയോട് കൂടി തന്നെ നമുക്ക് എങ്ങും പോയി വേണ്ട, ഇതൊക്കെ നമുക്ക് വീട്ടിലിരുന്ന് വളരെ സ്വായത്തമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതാണ് ഏറ്റവും സമയം പോലെ നമുക്കത് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എൻട്രൻസ് കോച്ചിങ് ഉണ്ട്. പിന്നെ ടാലൻ്റ് അക്കാഡമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നമ്മളിൽ വയസ്സായവർക്കോ ചെറിയവർക്കോ കുഞ്ഞു പിള്ളേർക്കോ ആർക്ക് വേണേലും ടാലൻ്റ് അക്കാഡമിയിൽ ഇപ്പം പെയിൻറ്റിങ് ചെയ്യാം, ഡ്രോയിങ്, അതൊക്കെ എല്ലാം വലിയ രീതിയിൽ ഒത്തിരി ഇത് നമുക്ക് തുറന്നു നോക്കുമ്പോൾ കാണാം. ഒരുപാട് കാര്യങ്ങൾ, അങ്ങനത്തെ പല കാര്യങ്ങളുണ്ട്. അങ്ങനത്തെ എല്ലാത്തിൻ്റെയും കോച്ചിങ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ശരിക്കും വളരെ തുച്ഛമായ വില ഇത് മാത്രമേ ഉള്ളൂ. ഡിജിറ്റലായിട്ട് നമുക്ക് കൊടുക്കാനും പറ്റും. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ സമയം പോലെ അത് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ആശാ ശരത് കൾച്ചർ, അത് അറിയാമല്ലോ, അത് ഓരോ പ്രോഗ്രാമിൻ്റെയും A to Z, അത് ഓരോ ഘട്ടം സ്റ്റാർട്ടിങ് തൊട്ട് അവസാനം വരെ സ്റ്റെപ്പായിട്ട് പഠിപ്പിക്കുന്ന പ്രോഗ്രാം ഉണ്ട്. അതും നമുക്ക് ഡിജിറ്റലായിട്ട് ലഭ്യമാണ്. പിന്നെ ഗോപിനാഥ് മുതിക്കാട് സാറിൻ്റെ മാജിക്കും പഠിപ്പിക്കുന്നുണ്ട്. അത് ഫുൾ ആദ്യം മുതൽ, അതായത് ഒന്നും അറിയാൻ പാടില്ലാത്ത ആളെ തൊട്ട് പഠിപ്പിച്ച് അതിനെ എക്സ്ട്രീം ആക്കുക, അത് ലെവലിലേക്ക് ആക്കുന്ന രീതിയാണ് നമുക്ക് നമ്മുടെ ഈ പ്രോഗ്രാമിലുള്ളത്. അപ്പോൾ ഏതാണ്ട് ഇത്രയൊക്കെയാണ് നമുക്ക് പ്രോഗ്രാം ആയിട്ടുള്ളതും. അതോടൊപ്പം തന്നെ ഫിസിക്കലായിട്ടുള്ള പ്രോഡക്റ്റുകളെ കുറിച്ചും ഞാൻ ഒരു ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം ഇനിയും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കിനിയും വരുന്നവർക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാവുന്നതാണ്. അപ്പം താങ്ക് യു മാം, താങ്ക് യു.